എടാ ക്രാബിയിൽ പോവാന്നുള്ളത് അവളുടെ സജഷൻ. ഇപ്പൊ നീ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവൾ എന്ത് വിചാരിക്കും? മീരയോ? നീ എന്തിനാ അവരെ ക്രാബിക്ക് കൊണ്ടുവന്നേ? ക്രാബിക്ക് എന്തോ കുഴപ്പം? Why are you acting like a stranger? മതി, നിനക്ക് ക്രാബിലേക്ക് പോയാ പോരെ? പോവാം. ലൈഫ് ലോങ് കൂടെ ഉണ്ടാവും വിചാരിച്ച ഒരാള് പെട്ടെന്ന് ഓരോ റീസൺസ് ഉണ്ടാക്കി പോയാ അതിലും ഹേർട്ട് ആവുന്ന വേറെ എന്തുണ്ട്? പിന്നെ നിന്റെ ലൈഫിൽ വേറെ ആരെങ്കിലും വന്നോ? എന്നെക്കാളും നല്ലവനായ ആരെങ്കിലും? പിന്നെ നിനക്കൊരു ഉത്തരാണ് വേണമെന്നുണ്ടെങ്കിൽ ഇല്ല, അങ്ങനെ ഒരാൾ വന്നിട്ടില്ല. നിനക്കോ? നിന്റെ ലൈഫിൽ ആരെങ്കിലും? അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ ഒറ്റയ്ക്ക് വരുമായിരുന്നു. മഴ പെയ്തു തോർന്നതെന്തിനോ നോവിനോ മനമതിം നോവിനോ കാലം കാത്തുവച്ചതെന്തിതോ മൗനമേ തേങ്ങലോ ഇരുളിൻ തേങ്ങലോ ഏതോ നനുത്ത തേടലും നെഞ്ചിൻ പിടഞ്ഞ വാക്കും അന്ന് കൊഴിഞ്ഞ പൂവും രാവിൽ നിറഞ്ഞ തേനും. എടാ നീ ഒന്ന് അവനെ വിളിച്ചേ. അളിയാ എനിക്ക് വാ പോണ്ടേ നമുക്ക്. ഞാനല്ല, നിങ്ങൾ നോക്കോ. നല്ല കിടിലൻ സ്പോട്ടാട്ടോ, വേഗം വാ. വേണമെങ്കിൽ അവരൊക്കെ റെഡി ആയിട്ട് നിൽക്കുക. ഞാനില്ലെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ നോക്കോ. എടാ എന്തുവാടാ ഇത്? അവളിതാ മീര റെഡിയായിട്ട് അവിടെ നിൽക്കുന്നു. നീ വരുന്നെങ്കിൽ വല്ല, ഞങ്ങൾ പോവാ. ഒരു മിനിറ്റ്, റെഡി ആവട്ടെ. ആ നീ റെഡിയായിട്ടോ, ഞങ്ങൾ പുറത്ത് കാണും. പൈസ ഇല്ല, അവനോട് ചോദിക്കേണ്ടി വരും. വാ അളിയാ, അളിയാ നിന്റെ പൈസ ഉണ്ട് തന്നെ? പൈസ ഒന്നുമില്ല, നീ പോയേ. എടാ ഐ. നമ്മുടെ ഉള്ളത് തീർന്നു പോയി. എണ്ണൊന്നും വേണ്ട. പോയേ നീ, അത് മതി. ഇതായിട്ട് എന്ത് കാണിക്കാനാ? ആ കുഴപ്പമില്ല, വാ. നീ പോയേ, അത് മതി. 1000 വാ, ലെറ്റ്സ് കീപ് ദ ചേഞ്ച്. എടാ ബാക്കി കൊണ്ടുവരണേ.
അന്നും ഇതേ ക്ലൈമറ്റ് തന്നെ ആയിരുന്നല്ലേ? കമ്പാരിസൺ എപ്പോഴും ക്രിഞ്ചാണെന്ന് അറിയാം. പക്ഷേ കുറേ സമയം ഇവിടെ ഇരുന്നു, കുറേ സംസാരിച്ചു. പിന്നെ പിന്നെ നമ്മൾ എന്തിനാ പിരിഞ്ഞത്? ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഇന്നതിൽ ഏറ്റവും റിഗ്രറ്റ് ചെയ്യുന്ന ഒരാളെ ഞാനാണ്. ബട്ട് ഞാൻ ഹാപ്പിയാണ്. ഈ ലൈഫല്ലേ നല്ലത്. പഴയതുപോലെ ആവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഒരുപാട് മാറി, നീ ആയാലും ഞാനായാലും. പക്ഷേ ആ മാറ്റങ്ങൾക്കിടയിലൊക്കെ മാറാതിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇന്നിവിടെ നീ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ചില സ്പാർക്സ് അതങ്ങനെ തന്നെ ഉണ്ടാവും. ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ ഇത്ര നാൾ എന്നെ തന്നെ പറ്റിക്കുകയായിരുന്നു. ഐ മിസ്ഡ് യു ടു അർജുൻ. ആ ബീച്ചിലെ വ്യൂ എന്ത് രസമായിരുന്നല്ലേ? ആ സൺസെറ്റും ബീച്ചിലെ ആൾക്കാരുടെ ആംബിയൻസും എല്ലാം ഒന്ന് ഫോക്കസ് ചെയ്തൊരു കിടില ഫോട്ടോ എടുക്കാൻ വരികയായിരുന്നു. ആ സമയത്തെല്ലാം കൂടെ വെയിറ്റ് ഐ വിൽ ഷോ യു സംതിങ്. നിനക്ക് ഈ ഫോട്ടോ ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എടുത്ത ഫോട്ടോയാ. ഐ സ്റ്റിൽ ഹാവ് ഇറ്റ് വിത്ത് മീ. എനിക്കൊന്ന് റൂമിലേക്ക് പോകണം, ഒരു കോൾ ചെയ്യാനുണ്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താടോ ഒരു ഡെസ്പ്? ഏയ്, നിനക്ക് തോന്നുന്നു.
അവള് പറഞ്ഞ ആ കഥയിലെ എക്സ് അത് നീയല്ലേ? അല്ലാന്നും പറഞ്ഞ് ഒഴിയാനൊന്നും നോക്കണ്ട. ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അത് ഞാനല്ല എന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കോ? ഇതിപ്പോ എനിക്ക് മാത്രമല്ല ഡൗട്ട് തോന്നിയത്, അവനും തോന്നിയിട്ടുണ്ട്. 2-3 പ്രാവശ്യം എൻ്റെ അടുത്തും ചോദിച്ചു. ഞാൻ പിന്നെ കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞങ്ങ് ഒഴിഞ്ഞു. അവൻ്റെ കാര്യം വിട്ടേക്ക്, വലിയ കുഴപ്പമില്ല. അറിഞ്ഞു കഴിഞ്ഞാലാണ് പ്രശ്നം. അതേ നോക്കിക്കോളാം. പിന്നെ എന്താണ് സംഭവിച്ചതെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. 2 പേരുടെ നറേഷൻ വെച്ചിട്ട് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഒറ്റക്കാരിയേ പറയാനുള്ളൂ. ഞാൻ അവനെയും കൊണ്ട് 2-3 ദിവസം നൈസായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാൻ നോക്കാം. പാച്ചപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ പാച്ചപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ അതായിട്ട് മാത്രം പെൻഡിങ് വെക്കണ്ട കേട്ടോ.